ശ്രുതി പുറത്തേക്ക് വന്നു. ഓടി വരുന്നതിനിടയിൽ സ്റ്റെയർ കേസിൽ കാല് തട്ടി തലയിടിച്ചവിടെ താഴെ വീണമ്മേ. തല പൊട്ടി ചോര വാർന്ന് എന്നെ ശ്രുതി മരിക്കുന്നു. ശ്രുതി മരിച്ച വിഷമം താങ്ങാനാവാതെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനാണ് അമ്മേ സാധ്യത അല്ലേ? അമ്മേ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അയ്യോ അമ്മേ, അമ്മേ, നീ പറയുന്നത് കേട്ട് പേടിച്ചെന്റെ കൈയും കാലും വിറക്കിയ. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ വായിന്ന് നല്ലതൊന്നും വരില്ലേ? അമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നമ്മേ. ഇതേ സച്ചി താമസിക്കുന്ന വീടാ. അതറിയാവുന്ന ഒരു കള്ളനും ഇവിടെ വരില്ല. അറിയാത്ത കള്ളം വരുമല്ലോ അമ്മേ. ഞാൻ ഈ ലെറ്റർ കൊടുത്തു വിടുന്നവനെ തേടി നടക്കുന്നു. ഒടുവിൽ എനിക്ക് മനസ്സിലാവുന്നു ഇത് കൊടുത്തു വിടുന്നവൻ ഒരു പേരും കള്ളനാണെന്ന്. ഞാൻ അവനെ വിളിച്ച് ഈ ഏർപ്പാട് നിർത്തണമെന്ന് പറയുന്നു. ഞാൻ അവനെ വിരട്ടി. ആ ദേഷ്യത്തിന് അവൻ എന്നെ കൊല്ലാനായി. അവനൊരു രാത്രി ഈ വീട്ടിൽ വരുന്നു. അപ്പോഴാ പാവ എന്റെ അച്ഛൻ അവനെ പിടികൂടുന്നതും അവൻ അച്ഛനെ കുത്തി കൊല്ലുന്നതും. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും അമ്മേ. അമ്മയും അച്ഛനും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കാണും. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചോ. ഏത് നിമിഷവും നിങ്ങൾ തീരാ. അമ്മേ, കേട്ടില്ലേ അമ്മേ? ശബ്ദം കേട്ടില്ലേ? എന്തോ വീണ ശബ്ദം അത്. അമ്മേ, ആരോ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു തീർന്നില്ല അമ്മേ. അപ്പോഴേക്കും വന്നല്ലോ അമ്മേ. അമ്മേ, ഇവിടെ തന്നെ നിൽക്കണേ. ഫ്രണ്ടിലോട്ട് നിൽക്കമ്മേ. അമ്മേ, അങ്ങനെ നിൽക്കമ്മേ. എന്നെ കാണും. ശ്രുതി വരുന്നോ? അല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഓ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ശ്രുതി. അന്നത്തെ പോലെ വീണ്ടും ഒരുത്ത വന്ന് എനിക്കൊരു ലെറ്റർ തന്നു. നീ ഒന്ന് വായിച്ചു നോക്ക്. നോൺസെൻസ്. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു ശ്രുതി. ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒന്നും നടക്കില്ല. ഇത് ശ്രുതിയെ കളിപ്പിക്കാൻ വേണ്ടി ആരും ചെയ്യുന്നതാ. ഈ ലെറ്റർ കൊണ്ടുവന്നവനെ ശ്രുതി പിടിച്ചു വെക്കണമായിരുന്നു. അല്ല, ഞാൻ പിടിക്കാൻ ട്രൈ ചെയ്തതാ. പക്ഷെ അവൻ കടന്നു കളഞ്ഞു. അവനെ അറിയാവുന്ന രണ്ടുപേര് എന്നോട് പറഞ്ഞത് അവനൊരു കള്ളനാണെന്ന്. കൂടുതൽ സമയവും ജയിലിൽ അവൻ. 2 ദിവസം മുമ്പാ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. നവീൻ ദാസ് ആയിരിക്കും ഈ ലെറ്ററിന് പിന്നിൽ. അവൻ ജയിലിലായിരുന്നല്ലോ. അവനാകാൻ സാധ്യതയുണ്ട്. ശ്രുതി, നീ നാളെ തന്നെ പോലീസിൽ ഒരു പരാതി കൊടുക്ക്. അതാ നല്ലത്. അതൊന്നും വേണ്ട ആന്റി. ഒന്നെങ്കിൽ ശ്രുതിയെ കളിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതാ, അല്ലെങ്കിൽ കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പോലീസിലൊക്കെ പരാതി നൽകിയ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് വീട്ടിലും ഷോറൂമിലും ഒക്കെ വരും. ആളുകൾ അറിഞ്ഞ കച്ചവടം കുറയില്ലേ? അതും ശരിയാ. പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുക്കണ്ടമ്മേ. എത്ര നാളിങ്ങനെ പേടിച്ചു കഴിയും? ഇനി അവൻ ലെറ്റർ തരാനായിട്ട് വരും. അവനെന്നെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. ഞാനൊരു ബോഡി ഗാർഡിനെ വെച്ചാലോ? അതൊന്നും വേണ്ട ശ്രുതി. വേണം, ബോഡി ഗാർഡിനെ വെക്കുന്നത് നല്ലതാ. ലെറ്ററുമായിട്ട് വരുന്നവനെ അവൻ പിടികൂടിക്കോളും. ഇനി അഥവാ ആക്രമിച്ച അവൻ ചെറുക്കുമല്ലോ. അത് ശരിയാ. എനിക്ക് എന്റെ ജീവന്റെ കൊതിയുണ്ട് ശ്രുതി. ബോഡി ഗാർഡിനെ വച്ചേ പറ്റൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പൊ തൽക്കാലം ചെന്ന് കിടന്ന് ഉറങ്ങും ശ്രുതി. അമ്മയും കൂടെ അമ്മേ. 6ഓളം പേര് 2 മാസമായിട്ട് പരിശോധിച്ചു. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ ശരത്തിനെ വിളിച്ച് വരാൻ പറ. എന്തിനാ അവരെ വിളിക്കുന്നത്? നിനക്ക് പോയി പിടിച്ച പോരെ? ആഹാ, രേവതി ചേച്ചിയോ? ഇരിക്കേ ചേച്ചി. ചേച്ചിയോ? നിന്റെ അഭിനയം നിർത്ത്. ഇങ്ങനെ നല്ലവനായിട്ട് അഭിനയിച്ചിട്ടല്ലേ എന്റെ അനിയനെ കൂടെ കൂട്ടി നശിപ്പിക്കുന്നത്? നശിപ്പിക്കാൻ ശരത്തിന്റെ അനിയനാണ്, ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യുമോ ചേച്ചി? നിന്നെ പോലെ ഒരു ഫ്രണ്ട് മതി ഒരുത്തന്റെ ഭാവി തൊലയ്ക്കാൻ. അവന് ഞാൻ നല്ലൊരു ജോലി കൊടുത്തു. മാസം നല്ലൊരു തുക ശമ്പളമായിട്ടും കൊടുക്കുന്നുണ്ട്. അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നതേ ഞാൻ കാരണം. എന്നിട്ടാണോ അവന്റെ ഭാവി ഞാൻ തുറച്ചെന്ന് പറയുന്നത്? അവന്റെ ഒരു ജോലിയും ശമ്പളവും നിന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടി നിൽക്കാനല്ലേ ജോലി. നിന്റെ കൂടെ കൂടിയതോടെ അവൻ കുടിക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ തുടങ്ങി. അതിനെന്താണ് ഇപ്പൊ? അതൊരു നല്ല കാര്യമല്ലേ? എന്താണ് ചിരിക്കുന്നത്? നിന്നെ പോലൊരു തെമ്മാടിക്കേ അതൊക്കെ നല്ല കാര്യമായിരിക്കും. അവനെ നല്ല രീതിയിലാ ഞങ്ങളുടെ അച്ഛനും അമ്മയും വളർത്തിയത്. നിന്റെ കൂടെ കൂടിയതിനു ശേഷം അവൻ ഇങ്ങനെയൊക്കെ കെട്ടുപോയത്. അങ്ങനെ കെട്ടുപോകാതിരിക്കണമെങ്കിലേ എടുത്ത് വല്ല ഫ്രിഡ്ജിൽ വയ്ക്കും. ഇവിടെ വന്നിങ്ങനെ ഉറഞ്ഞു തുള്ളാതെ. എന്താടാ കളിയാക്കാണോ? പഠിച്ചതിന്റെ പല്ല് ഞാൻ താഴെ ഇടും. അതിനൊക്കെ വളർന്നോ നീ? ഓവറാവല്ലേ? ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇറങ്ങി പോടി വെളിയിലേ. എന്താണ് നീ വിളിച്ചേ? എടീന്നോ? നിന്നെ ഞാൻ ആർക്ക് നേരെയാടി നീ കൈ ഓങ്ങുന്നത്? നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? ശരത്തിന്റെ ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചെയ്യാതെ. എഴുന്നേറ്റ് പോവാൻ നോക്ക്. നിൽക്കണവിടെ. നിന്നെ ഞാൻ നിന്റെ ദേഹത്ത് കൈ വയ്ക്കുമല്ലേ? കൊല്ലണോ നിന്നെ ഞാൻ? ഇവിടെ നിന്ന് പോകാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്റെ കൈയുടെ ചൂടറിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോവല്ലേ? എന്റെ പെണ്ണിനെ നീ തൊടോടാ. പെണ്ണുങ്ങളുടെ നേരെയാണ് അവന്റെ വീരത്വം. നാണം കേട്ടവനാ. വേണ്ട സച്ചേട്ടാ, ഇയാളെ തൊട്ടാ നമ്മുടെ കൈ നാറും. അല്ല, സച്ചിൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് സച്ചിനോട് ആരെ പറഞ്ഞേ? അമ്മ എന്നെ വിളിച്ചു പറഞ്ഞേ. നീ ഇവനെ കണ്ട് ചോദിക്കുന്ന അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഇവിടെ എന്ത് നടക്കുന്നു എനിക്ക് അറിയായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ ഇവന്റെ അടുത്തേക്ക് തയ്ച്ചു വന്നേ? ഇവൻ എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് അറിയില്ലേ? സച്ചിട്ടാ, ഇവൻ ശരത്തിനെ കൂടെ കൂട്ടി നശിപ്പിക്കുക. നശിപ്പിക്കാൻ അവനെന്താ ചെറിയ കുട്ടിയാണോ? അവനെന്താ ബുദ്ധിയില്ലേ? ഈ തെമ്മാടിയോടൊക്കെ കൂട്ടുകൂടുന്ന അവനെ പറഞ്ഞാൽ മതി. നീ വാ. ഒരു മിനിറ്റ്. ഇനി എന്താ? എന്റെ ചെരുപ്പ് ഞാൻ എടുത്തോട്ടെ. സച്ചേട്ടാ, അതൊന്നുമില്ല. സച്ചേട്ടാ, സച്ചേട്ടാ, സച്ചേട്ടാ വേണ്ട. സച്ചേട്ടാ വേണ്ട വേണ്ട. ഇങ്ങോട്ട് വാ. ഇനി എന്റെ പെണ്ണിനെ നീ ഒന്ന് നോക്കിയാ ഒന്നും ഞാൻ. സച്ചേട്ടാ, ഇവനെ പോലൊരു വൃത്തിയിട്ടവനെ കൊന്നിട്ട് സച്ചിൻ എന്തിനാ വെറുതെ ജയിലിൽ പോയിട്ട് ജീവിതം കളയുന്നേ? ഇനി എന്റെ അനിയനെ വിളിക്കരുത്, കാണരുത്.
ഇനി അവനെ വഴി തെറ്റിക്കാൻ നോക്കിയാ ഇതിനപ്പുറം സച്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ നീ എഴുന്നേറ്റ് നടക്കില്ല. പ്രതികാരം ചെയ്യുന്നതായിരിക്കും നിന്റെ മനസ്സിലിപ്പോ. രേവതിയുടെ മുമ്പിൽ അവളുടെ കുടുംബത്തിന്റെ മുന്നിൽ ഇനി നീ വന്ന ഇന്നുകളെ ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണാന്നല്ലേ പറഞ്ഞത്? അതെ ഇനി ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണം കേട്ടോ. ഡോക്ടറെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറിയ മുറിവാ, ഇപ്പൊ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാലും നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യാനോ? അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. പേടിക്കണ്ട, തല ഇടിച്ചല്ലേ വീണത്. സേഫ്റ്റിക്കൊന്ന് സ്കാൻ ചെയ്യണം. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ശരി, വരട്ടെ. രേവതി, വേനുണ്ടോ? ഇല്ല, സ്കൂട്ടറിൽ നിന്ന് വീണതാന്ന് എന്തിനാ ഡോക്ടറോട് കള്ളം പറഞ്ഞേ? നീ ഒരു ഗുണ്ടയായിട്ട് ഏറ്റുമുട്ടാൻ പോയി, അവൻ നിന്നെ തള്ളിയിട്ടെന്ന് പറഞ്ഞാ ഇവരപ്പൊ തന്നെ പോയി പോലീസിനെ അറിയിക്കും. പിന്നെ അതിന്റെ പുറകെ നടക്കണം. വെറുതെ എന്തിനാ? ഞാൻ മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തുചാടി അവന്റെ അടുത്ത് പോകണ്ടായിരുന്നു അല്ലേ? പോയല്ലോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നും ആലോചിക്കാതെ എടുത്തിട്ട് ഓരോന്നും ചെയ്യും. ഇപ്പൊ നീ എന്നെ പോലെ തന്നെയായോ? നീ എന്തിനാ അവനോട് ചോദിക്കാൻ പോയെ? എപ്പോഴും ഞാനും സച്ചേട്ടന് ബുദ്ധി ഉപദേശിക്കാറ്. ഇപ്പതാ സച്ചേട്ടൻ എന്നെ, സച്ചേട്ടനാണെങ്കിൽ എന്നെ പോലെയായി. അയ്യോ വേണ്ട, എനിക്ക് ഞാനായാ മതി. നീയും അതാ നമുക്ക് നല്ലത്. മാഡം, സ്കാൻ ചെയ്യാൻ പോണം. നിങ്ങൾ ഇവിടെ നിൽക്കാം. രേവതിയുടെ അമ്മയാണല്ലോ. പറയമ്മേ. രേവതി ആന്റണിയെ കാണാൻ പോയില്ലല്ലോ. മോൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അമ്മ എന്നെ വിളിച്ച് പറയുന്നതിന് മുന്നേ അവിടെ ആന്റണിയെ കാണാൻ പോയി. പിന്നെ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തുകൊണ്ട് ഇത്രയും പറ്റുള്ളൂ. അതെന്താ, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായോ? അവൻ രേവതി എന്തെങ്കിലും ചെയ്തോ? ഞങ്ങള് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള. ഹോസ്പിറ്റലിലോ? എന്താ എന്റെ മോനെ പറ്റിയത്? അവൻ ടെൻഷൻ ആവാതെ രേവതി ഞാൻ പിടിച്ചൊന്ന് തള്ളി. അവിടെ തലയ്ക്ക് ചെറിയൊരു മുറിവ് പറ്റി. അതാ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് വന്നേ. അയ്യോ, മുറിവോ? നല്ല മുറിവട്ടോ? അവക്കിപ്പോ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നും ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. മോനെ, ഒന്ന് രേവതിക്ക് ഫോൺ കൊടുക്ക. അമ്മേ, അവളിപ്പോ അടുത്തില്ല. അവളെ സ്കാൻ ചെയ്യാൻ കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. അപ്പൊ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവള് വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാം. എനിക്ക് വിഷമാവണ്ടെന്ന് കരുതിയല്ല മോൻ പറയാതിരിക്കുന്നത്. ഞങ്ങള് ഇവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. മോനെ, എനിക്ക് അവളെ കാണണം. അമ്മ ടെൻഷൻ ആവാതെ. ശരി വാ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. നോക്കോളൂ ഒരു മിനിറ്റ്. സുധി, എന്താ ഒരു മൂഡൌട്ട്? എങ്ങനെ മൂഡ് ഔട്ട് ആവാതിരിക്കും? ഞാൻ ഇന്ന് 13 പേരെ ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് എന്റെ ബോഡി ഗാർഡായി നിർത്താൻ യോഗ്യതയുള്ള ഒരുത്തനെ പോലും എനിക്ക് കിട്ടിയില്ല. അറിയോ? എങ്ങനെ കിട്ടാനാ? വരുന്നവരോടും പോകുന്നവരോടും എല്ലാം കേരളത്തിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്ര, ബൾബ് കണ്ടുപിടിച്ചത് ആരാ, ഐൻസ്റ്റീന്റെ അമ്മയുടെ പേരെന്താ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ കിട്ടാനാ? സുധി, അവര് കളക്ടർ ജോലിക്കൊന്നും അല്ല ഇങ്ങോട്ട് വരുന്നേ. പിന്നെ കരാട്ടെ അറിയോന്നൊക്കെ ചോദിച്ചാൽ അതിനൊരു രസമുണ്ട്. എന്റെ സുധി, ഇവരുടെ ഒന്നും അറിവും ബുദ്ധിയൊന്നും പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഒരു മണ്ടനായാലും മതി. ബോഡി ഗാർഡ് ഇല്ലാതെ എനിക്കിനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല ശ്രുതി. എന്റെ സുധി, ടെൻഷൻ ആവല്ലേ? എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? 2-3 പേരോട് വിളിച്ചിരുന്നു. അവരിപ്പോ വരും. നമുക്ക് നോക്കാം. സാർ, ഒന്ന് സമാധാനിക്ക്. ഇത് കടിക്കും. ഒന്നും ചെയ്യല്ലേ. ഞാൻ പൈലി ഒരു ബോഡി ഗാർഡ് കം സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അതുകൊണ്ടാ യൂണിഫോമിൽ തന്നെ വന്നത്. ശരി, വരൂ. ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. ശരി സാർ. ഫോളോ മീ. ഓക്കെ. മിസ്റ്റർ പൈലി, ടേക്ക് യുവർ സീറ്റ്. ഒരു വലിയ ചെയർ കിട്ടോ? ഇല്ല, ഈ സൈസിലുള്ള ചെയറുകളെ ഇവിടെ ഉള്ളൂ. പിന്നെ ഉള്ളത് ദിവാൻ കോട്ട. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പൈലി, എനി പ്രോബ്ലം? ഓക്കെ സാർ, ഓക്കെ സാർ. റിലാക്സ്, റിലാക്സ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? 5ഓളം പേരുടെ ബോഡി ഗാർഡായി വർക്ക് ചെയ്തിട്ടുണ്ട്. പൈലി ഏതുവരെ പഠിച്ചു? ഡിഗ്രി വരെ പഠിച്ചു. അതിവിടെ വലിയ അഹങ്കാരത്തോടെ പറയണ്ട. 7 ഡിഗ്രി ഉള്ളവനാ ഈ ഞാൻ. എത്ര ഡിഗ്രി ഉണ്ടായിട്ടെന്താ? ഡിഗ്രി കൊണ്ട് അടി നടക്കാൻ കഴിയില്ലല്ലോ. അതിന് എന്നെ പോലുള്ളവർ വേണ്ടേ? താൻ ആള് കൊള്ളാലോ. ശരി, ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആദ്യം എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റഷ്യയുടെ പ്രസിഡന്റ് ആരാ? പറ. സുധി, അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. ഇദ്ദേഹം ഡിഗ്രി വരെ പഠിച്ചെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ മതി. എന്നാലും ശരി, പൈലിക്ക് അടികൂടാൻ അറിയോ? അറിയാം സാർ. ആരോടാ ഞാൻ അടികൂടാൻ? ഇപ്പൊ ആരോടും അടികൂടണ്ട. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് ബോക്സിംഗ് അറിയാം സാർ. ഓ, സുധി, എനിക്ക് തോന്നേ പൈലെ ഓക്കെ ആണെന്നാ. ആണോ? നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. ആ, പൈലി, താങ്കളെ ഞാൻ എന്റെ ബോഡി ഗാർഡായിട്ട് നിയമിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. എനിക്ക് അറിയാമായിരുന്നു സാർ. ഓഹോ, അതുകൊണ്ടാണോ ഈ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് വന്നത്? അതെ സാർ. ഓ, കോൺഫിഡൻസ്, കോൺഫിഡൻസ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ്. രാവിലെ 10 മണിക്ക് മുമ്പേ ഇവിടെ എത്തണം. രാത്രി 10 മണി വരെ ഇവിടെ എന്റെ കൂടെ ഉണ്ടാവുകയും വേണം. ശരി സാർ. പിന്നെ വീട്ടിലേക്ക് എന്റെ കൂടെ വരണമെന്നൊന്നുമില്ല. അതുമല്ല, അവിടെ നിൽക്കാൻ അച്ഛൻ സമ്മതിക്കത്തൂല്ല. വരില്ല സാർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീവ് ഒന്നും ചോദിച്ചുകൊണ്ട് വരരുത്. ചോദിക്കില്ല സാർ, ചോദിക്കാം. ഫയൽ എപ്പോഴും എന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവും സാർ. പിന്നെ ഒരു കാര്യം, ഈ ഷോറൂമിൽ വരുന്ന എല്ലാരെയും നിരീക്ഷിക്കണം. നിരീക്ഷിച്ചിരിക്കും സാർ. എന്നെ ആക്രമിക്കാനോ മറ്റോ ആരെങ്കിലും തുനിഞ്ഞാ അപ്പൊ അവനെ തൂക്കിയെടുത്ത് എറിഞ്ഞേക്കണം. അങ്ങനെ തന്നെ ചെയ്യും സാർ. അവൻ തന്നെ എണീറ്റ് നടക്കത്തില്ല. നടക്കരുത്. ഇല്ല സാർ. പിന്നെ തുടക്കം മാസത്തില് ഞാനൊരു 10,000 രൂപ ശമ്പളമായിട്ട് തരും. ഓക്കെ സാർ. പിന്നെ തന്റെ ജോലി നോക്കിയിട്ട് ശമ്പളം വേണമെങ്കിൽ കൂട്ടി തരാം. തുടക്കത്തിൽ സാലറി എത്ര മതി സാർ, പക്ഷേ ഫുഡ് വേണം. ഓഫ് കോഴ്സ്. അതിനൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ലിസ്റ്റോ? അതെ. ഫുഡിന് ലിസ്റ്റോ? രാവിലെ 20 ഇഡ്ഡലി, അല്ലെങ്കിൽ 20 കഷ്ണം പുട്ട്, 20 ദിവസം പുട്ടോ? അതിന് വേണ്ട കറി. ഉച്ചയ്ക്ക് സാധാരണ 4 പേര് കഴിക്കുന്ന ചോറ്, 4 പേരാ? അതിന് വേണ്ട മീൻകറി, 20 പുഴുങ്ങിയ മുട്ട, ഐക്കുറ ഫ്രൈ 3, പിന്നെ ഒരു കോഴിയെ ഫുള്ളോടെ നിർത്തി പൊരിച്ചത്. എങ്ങനെ, തൂവലോടെയോ? ഓ, തൂവല വേണ്ട സാർ. ഭാഗ്യം. പിന്നെ
ആട്ടിൻ സൂപ്പ്. ഇനി അതായിട്ട് കുറയ്ക്കുന്ന എന്തിന്? ആട്ടിൻ സൂപ്പ്. രാത്രി 20 ചപ്പാത്തി, അതിനു വേണ്ട മട്ടൻ കറി. ഇതെല്ലാം ദഹിക്കാനായി 2 ഡസൻ വാഴപ്പഴം. ഇത്രയും മതിയാ? ഇത്രയും മതി സാർ.